അതീവ രൂക്ഷമായ സാഹചര്യം. ഇന്നത്തെ കനത്ത മഴയും അതേ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നതിൽ ഇവരെ എല്ലാം തടസ്സമായി നിൽക്കുന്ന രീതിയിലുള്ള മഴയായിരുന്നു പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഈ ചൂരൽമഴയുടെ ചേർന്നൊഴുകുന്ന ഒരു ചെറിയ പുഴ അതിന്ന് വളരെ വലിയൊരു പുഴയായിട്ട് ആ പ്രദേശം മുഴുവൻ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒഴുകുന്ന പുഴ കറങ്ങി വരികയാണ് ആ ചുരമഴയിൽ നിന്ന്. അവിടെ നിന്ന് കറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ആ അതിഭീകരമായിട്ടുള്ള ഒഴുക്കിൽ വലിയ വലിയ കൂറ്റൻ മരങ്ങൾ, പാറകൾ ഇതെല്ലാം സമീപത്തെ വീടുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ ചൂരൽമല പ്രദേശത്തിലെ 2 ലയങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നു. ഒരു ക്ഷേത്രം ഉൾപ്പെടെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നു. അത്രയും ഒലിച്ചു പോകുന്നു. അവിടെയാണ് നമ്മൾ ഒരു വില്ലേജ് ഓഫീസിലെത്തുന്നത്. ആ വില്ലേജ് ഓഫീസിൻ്റെ മുക്കാൽ ഭാഗത്തോളം മണ്ണ് മൂടിക്കിടക്കുകയാണ്. ആ വില്ലേജ് ഓഫീസിൻ്റെ ബോർഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങോട്ട് NDFR വേറെ പ്രത്യേക 2 ജീപ്പിലാണ് ആ പുഴ മുറിച്ച് കിടക്കുന്നത്. അതിലാണ് നമ്മൾ മറുവശം പോകുന്നത്. മറുവശം അവിടെ ചെല്ലുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥ എന്ന് പറയുന്നത് വലിയ വലിയ തടികൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതാകട്ടെ വളരെ പ്രാകൃതമായ രീതിയിൽ മാത്രമാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയിരുന്നില്ല. നമ്മളത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് 4 ഹിറ്റാച്ചികൾ എത്തുകയും വളരെ പെട്ടെന്ന് തടികൾ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെ മാറ്റിയാൽ തന്നെയും അത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച എടുക്കും കുറഞ്ഞത്. അത്രയും വലിയ തടികൾ അറുത്തു മാറ്റി അതിൽ നിന്ന് ആ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങളുണ്ടെങ്കിൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഒന്നുമേ അവിടെ അവശേഷിപ്പിച്ചിട്ടില്ല. ജീവൻ്റെ ഒരു തരിപ്പ് പോലും അവിടെയില്ല. എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നത് അതിനകത്ത് പാമ്പ് ചത്ത് കിടപ്പുണ്ട്, മാൻ ചത്ത് കിടപ്പുണ്ട്, പട്ടി ചത്ത് കിടപ്പുണ്ട്, പൂച്ചയുണ്ട്, പെരിച്ചാഴിയുണ്ട്, മനുഷ്യനുണ്ട്, കുഞ്ഞുങ്ങളെ വരെ നമ്മുടെ കൺമുമ്പിൽ 7 ശവശരീരങ്ങളാണ് ഇന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്. അതോടൊപ്പം അവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൈക്കുഞ്ഞിനെ പോലെ ഒരു പട്ടി മാത്രമാണുള്ളത്. ഞാൻ അദ്ദേഹത്തോട് എന്താണെന്ന് ചോദിച്ചു പറയും, ബാക്കി 4 പേരും പോയി, ഇവൻ മാത്രം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നടന്നു പോവാണ്. ഒരുപക്ഷെ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ പോലും എനിക്കപ്പോൾ നഷ്ടപ്പെടും. അതുപോലെ അതിദയനീയമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു. ഒരുപാട് രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തുന്നുണ്ട്. അവർ മറ്റൊന്നും ഒരു പ്രതികൂലവും ഇച്ഛിക്കാതെ തങ്ങളുടെ ഉടപ്പിറന്നവരെ കാണുന്നുണ്ട്. നമ്മൾ പകൽ മുഴുവൻ പലപ്പോഴും ലൈവിൽ അനന്തൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന പല കാഴ്ചകളുണ്ട്. അതിലൊന്ന് ഒരു മനുഷ്യൻ പറയാണ്, എൻ്റെ പെങ്ങളുകുട്ടി ഇവിടെയാണ് കെട്ടിച്ചു വിട്ടത്, അവരുടെ വീടില്ല, അത് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന്. ആ പറഞ്ഞ അദ്ദേഹം നടന്നു പോകുമ്പോൾ ആ തടിപ്പാലത്തിലൂടെ കയറി നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടുത്തെ പുഴയൊഴുകിനകത്ത് കുഞ്ഞു ചെരുപ്പുകൾ, കൊച്ചുകുട്ടികളുടെ ചെരുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ, ഇതെല്ലാം. വേറൊരു ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയുണ്ട് ചൂരൽമലയിൽ. ഇവിടെ സ്കൂളുണ്ട്. ആ സ്കൂളിനകത്ത് 2ാം ക്ലാസ്സിലെ കുട്ടികൾ വരച്ചിട്ടുണ്ട്. എൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് വരച്ചിട്ടുള്ള ആ ചിത്രം കാണണം. 2 മലകൾ, അതിലൂടെ ഒഴുകുന്ന പുഴ, ആ പുഴയിലൂടെ എൻ്റെ നാട് എത്ര സുന്ദരമെന്ന് വരച്ച് വെച്ചിട്ടുള്ള മനോഹരമായൊരു കാഴ്ചയുണ്ട്. ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പകുതി ഏറെയും പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ആ ഒരു നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ അങ്ങാടി, താഴെ ചൂരൽമലയിൽ ഒരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയും പൂർണ്ണമായിട്ട് ഒലിച്ചു പോയിരിക്കുകയാണ്. കുറച്ച് വീടുകൾ മാത്രം നിൽക്കുന്നുണ്ട്. ആ വീടുകൾ നിൽക്കുമ്പോഴും ഓർക്കാം, അവിടെയുള്ളവർ രക്ഷപ്പെട്ടു എന്നാണ് അറിയിച്ചത് നാട്ടുകാർ. പക്ഷേ ആ വീടുകളൊന്നും ഇനിയും ഉപയോഗയോഗ്യമല്ല. ആ രീതിയിലേക്ക് മുകൾ വരെ മണ്ണിടിഞ്ഞത്. ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ പുഴയിലെ ദൃശ്യങ്ങൾ പകർത്തിയത്. മുട്ടറ്റം ചെളിയിലാണ് ഞാനും അവിടെ നിന്നത്. ഈ മുട്ടറ്റം ചെളിയിൽ നിന്ന് നമ്മൾ നടക്കുമ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റില്ല, അത്ര രീതിയിൽ ചെളി നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം എന്നാണ് മാറ്റുക? ഈ നാട്ടിലെ ആൾക്കാർ ഇവരെത്ര പേരുണ്ടാകും? സമീപത്ത് വേറൊരു മലയുണ്ട്. ആ മലയുടെ സമീപത്ത് താമസിക്കുന്നവരുടെ വീടുകളെ താഴെ വരെ വെള്ളമുള്ളൂ. അവിടെ ഞങ്ങൾ കയറുമ്പോൾ ഒരു ഉമ്മ ഞങ്ങൾക്ക് കട്ടൻ ചായ ഇട്ട് തന്നു. അപ്പോൾ ഉമ്മയുടെ മകൻ പറയാണ്, അവർക്ക് തോന്നുന്നത്, അവർക്ക് പരിചയപ്പെട്ട ഓരോ ടി വിയിലും മുഖങ്ങൾ കാണുമ്പോൾ ഇയാളുണ്ടോ എന്ന് ആലോചിക്കുകയാണ്. ഒരു 500 പേരെങ്കിലും ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഇതിനടിയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ വളരെ വേദനയോട് പറയുന്നു. അങ്ങനെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ഇവിടെ ഈ വെട്ടവും വെളിച്ചവും വളരെ അപൂർവമാണ്. അതുകൊണ്ടും ഈ പാലത്തെ ഇപ്പുറം വരെ മാത്രമേ KCB കറണ്ട് കൊടുത്തുള്ളൂ. അതിന് മറുവശം നമ്മൾ നിന്നിരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് ഇനിയും തിരച്ചിൽ നടക്കില്ല. കാരണം നാളെ വെള്ളം ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഇവിടെ പോവുക. അതിനും അപ്പുറത്ത് വനത്തിൻ്റെ ഏരിയയിലേക്ക് ഈ പുഴ ഒഴുകി വരുന്നത് സൂചിപ്പാറ എന്ന് പറയുന്ന ചെങ്കുത്തായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ വളരെ ദയനീയമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പല വീടുകളുടെയും മട്ടം വരെ ചെളി അടിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എത്തിച്ചേർന്ന് ഇവരുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെല്ലാം എവിടെ നിന്ന്, ചാലിയാറിൽ നിന്നാണോ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുക എന്ന് പോലും അറിയില്ല. അങ്ങനെ നിസ്സംഗരായി നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് ഈ ചൂരൽമലയുടെ അടിവാരത്തിന് ഇപ്പുറത്ത് കാണാം. തൊട്ടപ്പുറത്ത് ഒരു അങ്ങാടി മുഴുവൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടങ്ങളിൽ ഒന്നുമേ ശേഷിക്കുന്നില്ല. ഇനി എന്താണ് അടുത്ത
നടപടി അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യാൻ പോവുക എന്നറിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് പഠനം കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്ന കുട്ടികളെ കാണുന്നുണ്ട്. അച്ഛനും അമ്മയും എല്ലാം വീടും എല്ലാം പോയി കഴിഞ്ഞു, നമുക്കിനി ആരുമില്ല എന്ന് പറയുന്ന ദയനീയ അവസ്ഥ. പിന്നെ ഈ പ്രദേശത്ത് ഇവിടുത്തുകാരായിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ മേപ്പാടിയിൽ അവരുടെ ഉറ്റവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി എല്ലാം പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മാധ്യമപ്രവർത്തകരും രക്ഷാപ്രവർത്തകരും മാത്രമാണ് ഇന്നും മറുവശത്തേക്ക് പോകുന്നത്. നാളെ രാവിലെയും അവിടെ തെരച്ചിൽ ആരംഭിക്കും. ആ തെരച്ചിലിൽ ഉറ്റവരെയും ഉടയവരെയും എല്ലാം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അങ്ങനെ വളരെയധികം